السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد وعلى آل سيدنا مولانا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله المولان العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളായ മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രസവിച്ച മഹാമാര സംഭവം ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ടാറ്. ഇന്നങ്ങനത്തെ എല്ലാ ഉദ്ദേശികളും മഹാനായ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ആ മഹാൻ്റെ വിഷയം. അള്ളാഹുവിൻ്റെ റസൂല് ഒരു സഫർ ലാസ്റ്റ് ബുദ്ധാസുണ്ട് രോഗിയായി കിടക്കിടക്കെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താവുക. ഒരു സഫർ അവസാനത്തെ ബുദ്ധാസിൻ്റെ അടുത്ത് പോയി, ഒടുക്കത്തെ ബുദ്ധാസിൻ്റെ രോഗിയായി കിടക്കടല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോൾ രോഗിയായി കിടക്കുക. ആ ടൈമിൽ അള്ളാഹുവിൻ്റെ റസൂൽ ബദൽ അവിടെ സിദ്ദീഖുൽ അക്ബറല്ലേ ഇമാമത്തിക്കും ഇവിടെ പള്ളിയിൽ. അപ്പം അവിടെ സ്വഹാബകളെല്ലാം ഭയങ്കര ടെൻഷനിലായിട്ടാറ്. അവിടെ നിന്ന് പള്ളിയിൽ സ്വഹാബകൾ ആ വിഷയമെല്ലാം അഹ്ലു ബൈത്തിൻ്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദിക്കുമ്പോൾ വിഷയ ചിന്ത. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈത്ത് അലി റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോടോ സഹായത്തോടു കൂടി അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിക്ക് വന്ന് എപ്പോൾ ആ ഉഷാറില്ലാത്ത ആ ടൈമിലും വന്നിട്ട് അവിടെ സംക്ഷിപ്തമായിട്ട് എല്ലാവർക്കും നസീഹത്താക്കിത്ത് നസീഹത്തെല്ലാം തീർന്നാൽ പിന്നെ മുഹാജിറുകൾ മക്കത്തറായത്ത് കാലികയിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ പുറത്തെത്തുകായിട്ട് അള്ളാഹുൻ്റെ റസൂൽ പെരുസത്തുകായിട്ട് കാലികയിൽ വന്ന മുഹാജിറുകൾ പിന്നെ അങ്ങ് സഹായിച്ച അൻസാരികളെ ഉദ്ദേശിച്ചെന്ത് മുഹാജിറുകൾ അൻസാരികളെ ഞങ്ങൾ ഒരുപാട് കാലത്തിൽ പെരുമാറിയിട്ടുള്ളല്ലേ. അതുകൊണ്ട് നണ്ടെക്കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും തപ്പെന്തെങ്കിലും ആയിട്ടെങ്കിൽ നക്ക് എല്ലാവരും നിങ്ങൾ മാഫാക്കണം. നക്ക് എല്ലാവരും നിങ്ങൾ എന്തെങ്കിലും പ്രത്യക്ഷ പരോക്ഷ എന്തായിട്ടെങ്കിലും മാഫാക്കണം. നക്ക് ഞാൻ ആർക്കാട്ട് അടിച്ചിരണ്ടിട്ട് അതുക്ക് ബദൽ പ്രതികാരം നക്ക് തീർക്കണു എന്ന് അള്ളാഹ് ചെന്നപ്പോൾ എല്ലാവരും കണ്ണെടുത്തതിൽ കൈകളി കഴിയുന്ന ബുൽപ്പെട്ടോണ്ടിದ್ದಾರೆ. സുബ്ഹാനല്ലാഹ്. ആ കൂടുതൽ അപ്പം എന്തെയ്ത്ത് പ്രതികാരാക്കണം അടിച്ചങ്ങായ പരിപാടി കൊണ്ട് ചെന്നപ്പോൾ എന്തെയ്ത്ത് ഒരാലിഞ്ചിൻ്റെ ആധാരാണിത് മഹാന വഖാസ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുൻ്റെ റസൂൽ പാടിൻ്റെ 3 വട്ടം ആവർത്തിച്ചത് എന്തുകൊണ്ട് ഞാൻ ആർക്കാവട്ടെ അടിച്ചില്ലെങ്കിൽ അങ്ങനെ ആഖിറത്ത് വെക്കാണ്ട ഉടമേ തീർക്കണു എന്ന് 3 വട്ടം ചെന്നപ്പോൾ മഹാന വഖാസ് റളിയല്ലാഹു എഞ്ചിത്തല്ലേ. അപ്പോൾ അവിടെ നിന്ന് സിദ്ദീഖുൽ അക്ബർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെന്നാറ്. കാശ അള്ളാഹുൻ്റെ റസൂൽ നിങ്ങൾ അടിക്കുകയും ചമ ഞങ്ങളെന്ത് വേണേ ആക്കറു അങ്ങനെ ചെന്നാറ്. ഓരോരുത്തർ അലി റളിയല്ലാഹു അൻഹു എല്ലാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എല്ലാം ചെല്ലാറ്. പക്ഷെ അള്ളാഹുൻ്റെ റസൂൽ അങ്ങനെ ചെല്ലത് ഇല്ല നാണാക്കിയത് അത് നണ്ടെക്കൊണ്ട് എന്തെങ്കിലും ആയിട്ട് നണ്ടെക്കൊണ്ടേ ആവണം നക്കെ ആവണത് നിങ്ങളെ അതാക്കുക ആവണമില്ല എന്ന് അള്ളാഹു ചെന്നപ്പോൾ. അപ്പോൾ ചിലർ ബദർ യുദ്ധത്തിൽ ഇങ്ങനെ ലൈനെല്ലാം സമാക്കിണ്ടിരുന്നാലും നിങ്ങൾ നിപ്പാടിയിട്ട് അപ്പോൾ നണ്ടോ ഭയത്തിൽ എന്തും ഡ്രസ്സില്ലാണ്ട് നണ്ടോ ഭയത്തിൽ ചെന്ന് നണ്ടോ മേൽ ഡ്രസ്സ് എന്തും ഇല്ലാണ്ട് അപ്പോൾ നിങ്ങളെ കോൽ കൊണ്ട് നക്ക അടിച്ചിടാറ് നബി. അതുകൊണ്ട് അതൊക്കെ ഞാൻ പ്രതികാരം ഞാൻ വീട്ടര നിങ്ങൾ ചെന്നിട്ടുള്ള പ്രതികാരം വിട്ടു. അതുകൊണ്ട് ഞാൻ വീട്ടര എന്ന് നബി ചെന്നപ്പോൾ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിയാവും. സുബ്ഹാനല്ലാഹ്. ആരെല്ലാം ഭയങ്കര എല്ലാവരും ചൂടായിരുന്നാരെല്ലാവരും ആറ് സ്വഹാബകളെല്ലാം കാരണം വഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുൻ്റെ റസൂൽ അടിക്കണം. അതും അള്ളാഹുൻ്റെ റസൂൽ അടിച്ച് അതേ പടി പാടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാസ് കയ്യിൽ കൊടുത്തു. അപ്പോൾ വഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുൻ്റെ റസൂൽ അടിക്കുക ചെന്ന് ആ അവകാശം ലൈൻ പാടുമ്പോൾ
ഉക്കാസ് എന്നാണ് അള്ളാഹ് റസൂലു ഇങ്ങനെ സമാക്കുമ്പത്തുകു താണ്ടിട്ട് ഒരു അടി പോകുന്നതല്ലേ ഭയത്തുക്ക് അങ്ങനെ അതേപോലെ അടിക്കുക എന്താവു ഉക്കാസ് അള്ളാഹുന്നു റെഡി ആവിടു അള്ളാഹ് റസൂലും റെഡി ആവിടും അപ്പോൾ ഉക്കാസ് മുട്ട വഞ്ചൽതി നബിയെ അണ്ട് നണ്ട ഭയത്തിൽ എന്തൊരില്ലാത്ത ഡ്രസ്സ് ഇല്ലാത്ത ചെന്നെങ്കിൽ വസ്ത്രം ഇല്ലാത്ത നിലക്ക് നിങ്ങൾ നണ്ട ഈ ബടിയിൽ നണ്ട ഭയത്തേക്ക് നിങ്ങൾ കുത്തിറോ ഈ ഭയത്തേക്ക് നിങ്ങൾ കുത്തിറോ എന്ന് ചെന്നപ്പോൾ അള്ളാഹ് റസൂൽ എന്താ സ്വന്ത കമ്മീഷറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദാക്കിയിട്ട് വയറ് കാട്ടിൻ്റെ കുത്തൊക്കെയായിട്ട് സുബ്ഹാനല്ലാഹ് അപ്പം എന്താക്കിയിട്ട് നല്ല ടൈം ഉക്കാസ് അള്ളാഹു അള്ളാഹ് റസൂൽ അരക്കി പിടിച്ചിട്ട് ഭയത്തേക്ക് നല്ല ചുംബന നല്ല ധാരാളം മുത്തിയിട്ട് ചെന്നിട്ട് യാ മുത്ത റസൂലുള്ള നിങ്ങൾ ചെല്ല കേട്ട് ആറാട് നണ്ട തടി അങ്ങനെ തടിക്ക് സ്പർശിച്ചിട്ടെങ്കിൽ അങ്ങനെ ഇരച്ചും അങ്ങനെ തടിയും നരകത്ത് ഹറാം എന്ന് നാ കേട്ട നബിയെ അതുകൊണ്ട് നണ്ട തടി ഹറാമാവുകയായിട്ട് ഞാൻ ഈ ട്രിക്സ് ചെന്നെങ്കിൽ ഈ നിങ്ങൾ ചെന്നു ഖിസാസ് അതായത് നിങ്ങൾ പ്രതികാര വീട്ടൊക്കെയായിട്ട് ഞാൻ റെഡിയായ ആ മുത്തു റസൂലുള്ള അവിടുത്തെ അർസത്തിലല്ല അവിടുത്തെ പെരുസത്തെ വോൾട്ടേജ് യാറാക്കിയിട്ട് അവിടുത്തെ പെരുസത്തെ വർക്കത്ത് കൊണ്ട് നാല് ആഹ്റത്തിൽ ബച്ചാവാകുകയും നാനും എന്താക്കിയ ഹിക്മത്ത് നാനും നല്ല ഉപായാക്കിയ എന്ന് ചെന്നിട്ട് ഉക്കാസ് നബി സല്ലല്ലാഹു അലൈഹി ചെന്നിട്ട് സ്വർഗത്തെ അഹലുകാർ ആർക്കെങ്കിലും നോക്കൂ ഇപ്പം അവിടെ നൻ്റെ എതിരിൽ നോക്കുക ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉക്കാശനെ നോക്കൂറു എല്ലാവരും സ്വർഗവാസിനെ നോക്കൂ ആർക്കാട്ട് ആശ ഉണ്ടെങ്കിൽ അത് ഉക്കാശറിൽ എല്ലാവരും നിങ്ങൾ നോക്കൂറു എന്ന് ചെന്നപ്പോൾ എല്ലാവരും ഉക്കാശനോട് കൈമുത്തകി എല്ലാ സ്വാമി ചെമ്മ സ്വഹാബിങ്ങ ഉക്കാശനോട് കൈമുത്തിയാറ് സുബ്ഹാനല്ലാഹ് ഇതിൽ എന്തിനു കുന്തായോ അള്ളാഹ് റസൂൽ പിർസ കിട്ടുകയായിട്ട് എന്തെങ്കിലും ഹിക്മത്ത് സമയത്താ അങ്ങാക്കോ തയ്യാറിന്നാറ് അങ്ങനെ ഹക്ക് ജാഹ് വർഗത്ത് നമ്മെ കുറിച്ചാണ് അള്ളാഹ് റസൂൽ പിർസത്തെ കൊണ്ട് തയ്യാറാക്കൂ എല്ലാ രീതിയിലും നമ്മൾ എന്തെല്ലാം ആവശ്യപ്പെട്ടാണ് ഇതെല്ലാം നീ പ്രദാനം ചെയ്യുകൊണ്ട് ഞങ്ങളെല്ലാം സ്വാലിഹ്യങ്ങളെ കൊടുത്താക്കിയിട്ട് അള്ളാഹ് റസൂലിൻ്റെ മൊഹബിങ്ങളെ കൊടുത്ത് ഞങ്ങളെല്ലാവരും പെടുത്ത റഹ്മാനെ പിർസത്തെ കൊണ്ട് 40 തയ്യാറാക്കുള്ള എല്ലാ കഴിവും ശക്തിയും നമ്മൾ നീ പ്രദാനം ചെയ്യുക അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി